മനസ്സിങ്ങനെ ഭയങ്കര കാണാൻ പറ്റായിട്ട് ശാന്തമാകുന്ന പോലെ. അങ്ങനെ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ എന്തോ ഒരു ആക്ച്വലി ഒരു ഡോർ പോലെ തന്നെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ കാറ്റ് വരുമ്പോഴുണ്ടല്ലോ, കാറ്റടിച്ച് വരുമ്പോൾ നല്ല ചന്ദനത്തിരിയുടെ സ്മെല്ലാട്ടോ വരുന്നത്. നല്ല തണുത്ത കാറ്റും നല്ല ചന്ദനത്തിരിയുടെ സുഗന്ധവും കൂടിയാട്ടോ ഇവിടെ എനിക്കിവിടെ നിൽക്കുമ്പോൾ ഫീൽ ചെയ്യണം. നല്ല രസമുണ്ട് കേട്ടോ, പറയാൻ പറ്റുള്ള അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പണ്ടത്തെ ആ ഒരു റേറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചേക്കണേ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാടാണ്. നമ്മളിപ്പോൾ പോകുന്നത് കൊല്ലങ്കോടേക്കാണ്. കൂടാതെ ഇവിടുത്തെ മനോഹരമായ പല കാഴ്ചകളിലേക്കും സ്ഥലങ്ങളിലേക്കും പോകുന്നുണ്ട്. ഇതാ അപ്പോൾ നമ്മൾ എത്തിച്ചേർന്നു നമ്മുടെ ഏറ്റവും മനോഹരമായ ഗ്രാമത്തിലേക്ക്. അതായത് ഇന്ത്യയിലേക്കും വെച്ച് 3-ാം സ്ഥാനമാണ് കിട്ടിയിരിക്കുന്നത് ഏറ്റവും മനോഹരമായ ഗ്രാമത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഇതാ നമ്മുടെ പാലക്കാടിൻ്റെ സ്വന്തം കൊല്ലങ്കോട് എന്ന് പറയുന്ന ഈ ഗ്രാമത്തിലെ കാഴ്ചകളിലേക്കാണ്. നല്ല തണുത്ത കാറ്റും തണലും പിന്നെ പച്ചപ്പും കാഴ്ചയുടെ ഈ മാസ്മരിക ഭംഗിയുമൊക്കെ കണ്ട് ഈ മരത്തണലിൽ ഇങ്ങനെ ചാരി നിന്നാൽ എത്ര സമയം പോയാലും അറിയില്ല. ഇവിടെ കുറേ കൃഷിയിടങ്ങളൊക്കെ ഉണ്ട്. പാലക്കാടിൻ്റെ കൃഷി ഭാഗങ്ങളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. പച്ചക്കറി കൃഷി. ഇത് അമരപ്പയറാണ് കേട്ടോ കൃഷി ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഏരിയയിലേക്ക് കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ. നമ്മളുടെ പരന്നിട്ടുള്ള അമരപ്പയറില്ലേ, പച്ച കളറിലെ ആ പയറാണ് ഇതാ കാണുന്നില്ലേ. അപ്പോൾ ഇതാണ് ഒന്ന് ഓർത്ത് നോക്കിയേ, എത്രമാത്രം കായ്കളാണ് ഇതിനകത്തുള്ളത് നോക്കിയേ. പക്ഷേ ചെടി നോക്കിയേ, ഒരു കുഞ്ഞു ചെടിയല്ലേ, അത്രയ്ക്കും അതായത് നമ്മളുടെ വേണ്ട കാര്യം ഒരുപാട് ഉണ്ടാകുന്ന രീതിയിൽ വളരെ കുഞ്ഞു തൈയിൽ തന്നെ അത്രയും ക്രോപ്സ് ഉണ്ടാകുന്ന രീതിയിലാട്ടോ ഇവിടെ ഫാമിങ് ചെയ്യുന്നത്. അത്രയും വൈഡ് ഏരിയയിലാണ് ഈ ചെയ്തിട്ടേക്കുന്നത്. കാണാൻ നല്ല രസമാട്ടോ. ഇവിടെ വന്നിങ്ങനെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഇത് കാണാനും. പിന്നെ അത് ആ അറ്റത്തേക്ക് കാണുമ്പോൾ കുറച്ച് ഹൈറ്റിൽ കുറച്ച് ലീഫ് കാണുന്നില്ലേ, പച്ചപ്പ്, അത് പപ്പായ കൃഷിയാണ് കേട്ടോ. പപ്പങ്ങ എന്ന് പറയും ഞങ്ങൾ കൊച്ചിക്കാർ. അതിൻ്റെ കൃഷിയാണ്. പക്ഷേ അതിൻ്റെ ഹൈറ്റ് ഒന്ന് നോക്കിക്കേ, ഒരു പകുതി ആളുടെ ഹൈറ്റേ ഉള്ളൂ അതിന്. പക്ഷേ അതിനകത്തുള്ള കായ്കളൊന്ന് കാണണം. വരൂ, കാണിച്ചു തരാം. നല്ല വെയിലാട്ടോ ഇവിടെ. നല്ല തീ കത്തണ പോലത്തെ വെയിലത്താണ് ഞാൻ നിൽക്കണേ. പിന്നെ അതായത് കണ്ടോ, ഇത് ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് കേട്ടോ ഇവിടെ ചെയ്തേക്കണത്. കണ്ടോ ഈ ഫാമില് ഫുള്ളി കണ്ടോ ട്യൂബ് പോയിക്കണോ, ഇതാണ് ഡ്രിപ്പ് ഇറിഗേഷൻ. ഏറ്റവും കുറവ് വെള്ളം കൊണ്ടിട്ട് നല്ല രീതിയിൽ ചെടികൾക്കൊക്കെ നല്ല നനവ് കിട്ടുന്ന ആ ഒരു കൃഷി രീതിയാട്ടോ. വെള്ളമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ആ രീതിയിലാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് കേട്ടോ. അതാണ് ആ ട്യൂബൊക്കെ ഇങ്ങനെ നിറയെ പോയിട്ടുണ്ട് ഓരോ ലൈനിലും. പിന്നെ ഇപ്പുറത്തോട്ട് വരുമ്പോഴേക്കും ഫുള്ള് നെൽകൃഷിയുടെ പാടം ഒക്കെ ഉണ്ടോ. ഫുൾ നെല്ലാണ് ഇവിടെ നിൽക്കണം കംപ്ലീറ്റ്. അതിൻ്റെ പുറകിലായിട്ട് മലനിരകളാണ് കാണുന്നത്. വെള്ളക്കൊക്കുകളൊക്കെ വന്നിട്ട് നല്ല രസമുണ്ട് കേട്ടോ പാടത്ത്. ഞാനിവിടെ ഒന്ന് ഇറങ്ങാൻ നോക്കട്ടെ. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഭംഗി. എന്തോ ഒരു ഭയങ്കര എന്താ പറയാ, സന്തോഷമാണോ എന്തോ ഒരു ഭയങ്കര കാമാകുന്ന പോലെ, മനസ്സിങ്ങനെ ഭയങ്കര കാണാൻ പറ്റായിട്ട് ശാന്തമാകുന്ന പോലെ. അങ്ങനെ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ എന്തോ ഒരു മനഃശാന്തി കിട്ടുന്ന പോലെ എനിക്ക് ആ പാറയുടെ പുറത്തോട്ട് നോക്കുമ്പോൾ മൗണ്ടനിലോട്ട് നോക്കുമ്പോൾ. നെല്ല് കതിരിട്ട് തുടങ്ങി കേട്ടോ. കതിരുകളൊക്കെ വരാൻ തുടങ്ങണുള്ളൂ. ജസ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കതിരിടാനായിട്ട്. ഇവിടെ ഉള്ളതിലൊക്കെ കുറേശ്ശെ കതിരിങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു മാവും തോട്ടം കണ്ടിട്ടുള്ളൊരു ഓട്ടമാട്ടോ ഞാൻ. അയ്യോ,
ഇവിടെ നിന്നൊക്കെ വീണതല്ല. ഞാൻ പറിക്കും. ആയി എന്തൊരു മാങ്ങ, അയ്യോ എന്തൊരു മാങ്ങ, എനിക്ക് കൊതിയാവുന്നു. ഇല്ല ഞാനെടുക്കും എനിക്ക് കൊതിയാവും. പാടവരമ്പത്ത് കൂടി ഇതിലേ കൂടി ഇങ്ങനെ നടന്ന് ഈ പാടത്തുകൂടി വന്നിട്ട് ഇവിടെ ഇതൊരു ചെറ പോലെ ഇങ്ങനെ കെട്ടിയേക്കാണ്, തട്ടാണ്. എന്നിട്ട് ഇവിടെ ഉണ്ട് എന്തെന്നാ നെൽകൃഷി. അതെ ഇവിടെ നെല്ല് കാഴ്ച ഇതെന്നാണ് കതിരിട്ട് നിൽക്കുകയാണ്. അതെ ഫുൾ കതിരായി വരുന്നേ ഉള്ളൂ, നെല്ല് കതിരിട്ട് വരുന്നുള്ളൂ ഇവിടെയൊക്കെ. അപ്പൊ ഇതൊരു വേറൊരു തട്ടാട്ടോ, ഇങ്ങനെ ചിറ കെട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ ഇപ്പുറത്ത് താഴ്ചയാണ്, ഇവിടെയും നെൽകൃഷിയാണ്. അപ്പൊ ഈ രണ്ട് തട്ടാണ്. അപ്പൊ ഞാൻ ഈ വരമ്പത്ത് കൂടി നടന്ന് ഈ മേളത്തെ ചിറ കെട്ടിയ ചിറയെന്നല്ല ഇതിനെ പറയണ, ആ ചിറ ഇതിന്റെ പുറത്തോട്ട് കേറിയിട്ട് വന്നത് കയറുന്നല്ല മാവുന്തോട്ടം ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇപ്പൊ വേറെ വശത്തോട്ട് കൊണ്ട് അപ്പൊ മാവുന്തോട്ടത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇവിടെ ലോട്ട് ഓഫ് മാംഗോസ്. എനിക്ക് വയ്യ, ഇങ്ങനെ കയ്യെത്തുന്ന ദൂരത്ത് ഇങ്ങനെ മാങ്ങ കാണുമ്പോഴേ എന്താ പറയാന്നറിയില്ലേ, എലിവൊന്നല് കണ്ടെന്നറിയില്ലേ, ആ അവസ്ഥയിലാണ് ഞാൻ. 3 5 കൊലയായിട്ട് ഇങ്ങനെ നടക്കുക കേട്ടാ. നല്ല തണലും മാവിന്റെ ചോട്ടിൽ ഇങ്ങനെ നിക്കണ തന്നെ ഒരു ഭയങ്കര ഒരു ഫീലാണ് കേട്ടാ. ആ നല്ല കാറ്റും. ഈ മാവിൻ ചോട്ടിൽ വന്നപ്പോഴേ നീ പണ്ടത്തെ ഓർമ്മ വരണ കുഞ്ഞിലെ. തോരോണ് ഇല കാണാണ്ട് ഞാൻ കണ്ണു വെച്ച്. ഇത് ഇലക്ട്രിക് ലൈൻ അല്ലല്ലോ അല്ലേ? ഷോക്ക് അടിക്കോ? തൊട്ട് നോക്കണം. നല്ല ടെസ്റ്റിങ് കേട്ടാ. തൊട്ട് നോക്കി, ഷോക്കില്ല. ഓക്കെ, അപ്പം മാവന്തോട്ടത്തിലോട്ട് കയറാം. ഇതുണ്ട് ഇങ്ങനെ ഈ ഒട്ടും ഹൈറ്റ് ഇല്ലാത്ത ഒട്ടുമാവ് പോലത്തെ മാവാണ്. നോക്കി മാവും ഇതിന്റെ കുലകൾ ഇങ്ങനെ നടന്ന് കാറ്റിലാടുന്നു. പണ്ട് ദിലീപിന്റെ ഏതോ സിനിമയിൽ തെങ്ങും കുലകൾ കാറ്റിലാടുന്നു എന്ന് പറഞ്ഞ മാവൻ കുലകൾ കാറ്റിലാടുന്നു. അല്ലാണ്ട് ഒരുപാട് ഈ കുലകളായിട്ട് എടുക്കുന്നത് നല്ല രസമുണ്ട് കേട്ടാ. ഒട്ടായിട്ടില്ല, എന്താ ചുമ്മാ ഇങ്ങനെ ബ്രാഞ്ചായിട്ടാണ് നിലത്തുനിന്ന് പൊന്തിയിരിക്കുന്നത്. തടിന്ന് പറയാനൊന്നുമില്ല, മാവും തടിയില്ല. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പൊട്ടിക്കാണ്ടിരിക്കാൻ പറ്റും. തോട്ടം മുതലാളി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്നെ പിടിച്ച് പുറത്താക്കും. ഇതൊക്കെയായിട്ട് ശരിക്കും പാലക്കാടിന്റെ ഗ്രാമഭംഗിയൊക്കെ എന്ന് പറയുന്നത്. നമ്മളുടെ അവിടെ ഒന്നും ഇങ്ങനെ ഒന്നും ഒരു പാടം പോയിട്ടൊരു പച്ചപ്പുല്ല് പോലും ഇല്ല കാണാനായിട്ട് സത്യത്തില്. ഇങ്ങനെ നിറഞ്ഞിപ്പോ ഞാനിപ്പോ നിക്കണത് ഈ പാടത്തിന്റെ മേളിലൊരു തട്ടാണ്. ഇതാ ഇങ്ങനെ ഇതുണ്ട്, ഇങ്ങനെ ചിറ കെട്ടിയ പോലെ. അപ്പൊ ഈ തട്ട് തിരിച്ചിട്ട് ഇതിന്റെ ഇപ്പുറത്തേക്ക് വരുന്നത് ഇത് മാവും തോട്ടോട്ടാ. പൊട്ടിശേ ഒരെണ്ണം പൊട്ടിക്കാണ്ട് പറ്റില്ല എന്തായാലും. ഒരെണ്ണമല്ല, ഒരു 2 ഒക്കെ പൊട്ടിക്കണ്ടേ? മോനെ ഈ മാങ്ങ ഞാൻ പൊട്ടിക്കാൻ പോകും. ഈ മാങ്ങ ഞാൻ പൊട്ടിക്കണേ കേട്ടോ, എൻ്റെ ഒരു മോഹം. അയ്യോ ചൊന്ന തെറിച്ചെന്റെ മൂത്ത് വീണ്. അയ്യേ മാങ്ങ കാണിക്കട്ടെ. ചൊന്ന പിടിച്ചിട്ടുണ്ട്, കയ്യിലൊക്കെ പൊള്ളും. ഇനിയിപ്പോ തൊലിയൊക്കെ പോകും. മുഖത്ത് കുറച്ച് വീണിട്ടുണ്ട്. എനിക്ക് വേറെ നല്ല ഡിസൈൻ ആവും. നല്ല തണുത്ത വെള്ളം കുളിക്കാൻ തോന്നുന്നു, മുഖമൊക്കെ കഴുകാൻ തോന്നുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് എന്താ പറയണ ഈ കതിരിങ്ങനെ ചെളി. ഇതാണല്ലേ പാടത്തെ ചെളി? ഓ കറക്റ്റ് ചെളി ചേട്ടാ. ഇതൊക്കെ ഒന്ന് കയ്യിലെടുക്കണം ശരിക്കും ഒരിക്കലെങ്കിലും. സത്യം, നമ്മുടെ പഴയ ആൾക്കാർ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ. ഞാൻ ആദ്യമായിട്ടാട്ടാ ചെളിയൊക്കെ എടുത്തത് ഈ പാടത്ത്. ഓ ഇപ്പോഴത്തെ ആൾക്കാർക്ക് പക്ഷെ അതിനനുസരിച്ച് പൈസ കിട്ടുന്നുണ്ട്. അന്നത്തെ പാവത്തങ്ങൾക്ക് പൈസ ഉണ്ടായില്ല. പാവങ്ങൾ ഈ ചെളി കിടന്നുള്ള കഷ്ടപ്പാടല്ലേ. ഈ ചെളിയൊന്നും ഞാൻ ടച്ച് ചെയ്തിട്ട് പോലുമില്ല. ഇപ്പൊ ടച്ച് ചെയ്ത് ഒരു സൈജും കിട്ടി. വാ, ആഹാ എന്ത് രസം. ആദ്യം പുളിയില്ലാത്ത മാങ്ങ കേട്ടോ. വിശപ്പിന് കടിച്ച് തിന്നാൻ പറ്റിയ മാങ്ങ. നല്ല വിശക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. റിയലി നമ്മൾ മരത്തിൽ നിന്ന് പൊട്ടിക്കണ പേരക്കയില്ലേ, ആ പേരക്കയുടെ സ്മെല്ലുണ്ട് ഇതിന്. എനിക്ക് ആ ഓർമ്മ വരുന്നുണ്ട്. നല്ല ടേസ്റ്റ്. ഭയങ്കര വിശക്കണം കേട്ടോ.
ശരിക്കും ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. എനിക്ക് ഇതിവിടെ ഇങ്ങനെ ഒരു പായൊക്കെ വിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ കിടന്ന് സുഖം, ഒരു ഷീറ്റൊക്കെ വിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ കിടന്ന് ഉറങ്ങും സുഖമായിട്ട്. ഇവിടുത്തെ കാറ്റിന് നല്ല തണുപ്പുണ്ട്, വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പാ. വാ വാ. അപ്പോൾ ഇതാ മനസ്സിന് ഒരുപാട് 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 സന്തോഷം കിട്ടിയ ഒരു യാത്രയാണിത്. ഈ തിളച്ച വെയിലും ചൂടൊന്നും മനസ്സിന് തട്ടണില്ല കേട്ടോ, സന്തോഷം കൊണ്ട് ഇങ്ങനെ നിറയാണ് മനസ്സ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സൈറ്റിലേക്ക് പോകാം, അതായത് സിനിമ ലൊക്കേഷൻ തന്നെയാണ് ചിങ്ങൻചിറക്കാവിലേക്ക്. ഒരുപാട് സിനിമകളിലൊക്കെ, മലയാള സിനിമകളിലൊക്കെ വന്നിട്ടുള്ളൊരു കാവ് തന്നെയാണത്. അതുമല്ല ഒരുപാട് വിശ്വാസങ്ങളുള്ളൊരു കാവാണ്, ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നമുക്കൊന്ന് അവിടെ ഒന്ന് ചെന്നിട്ട് തന്നെ നിങ്ങളെയും കാണിച്ചു തരാമല്ലോ, എനിക്കും കാണാം. അപ്പോൾ ഇതാ പ്രശസ്തമായ സിനിമാ ലൊക്കേഷനായ ചിങ്ങൻചിറക്കാവിലാണ് കേട്ടോ നമ്മൾ എത്തിയിട്ടുള്ളത്. നല്ല തണലാട്ടോ, മുഴുവൻ ആൽമരം വന്നിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. പിന്നെ ഇവിടെ ഒരു ബോർഡുണ്ട്, നിങ്ങൾ വായിച്ച് നോക്കിക്കോളൂ. ഇവിടെ മദ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ബോർഡ് കണ്ടു. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. നല്ല നിശബ്ദതയും പിന്നെ നല്ല ശാന്തസുന്ദരവുമായ ഒരു സ്ഥലം കേട്ടോ. ഇതിൻ്റെ പിന്നിലെ കാഴ്ചകളാട്ടോ ഞാനിപ്പോൾ കാണാൻ പോകുന്നത്. അതായത് ഒരു പുഴ ഒഴുകുന്നുണ്ട് ഇതിൻ്റെ പിന്നിലൂടെ ഈ കാവിനോട് ചേർന്ന് തന്നെ. അതുപോലെ തന്നെ വലിയ ആൽമരങ്ങൾ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ചില്ലകളൊക്കെ ഈ പുഴയിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന, തണൽ വിരിച്ച് നിൽക്കുന്ന ഒരു വളരെ മാസ്മരിക സുന്ദരമായൊരു കാഴ്ച. ഇവിടെ നിൽക്കുമ്പോൾ ഒരു വേറൊരു ഫീലും കൂടി കിട്ടുന്നുണ്ട്. എന്തൊക്കെയോ ഒരു സുഗന്ധങ്ങളൊക്കെ ഇങ്ങനെ ഇവിടേക്കോ കൂടി ഒഴുകി വരുന്നുണ്ട്. പിന്നെ നല്ലൊരു തണലും തണുപ്പും, അങ്ങനെ ഒരു ഫീലാട്ടോ ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. നല്ലൊരു കംഫർട്ടബിൾ ഫീൽ എന്നൊക്കെ പറയാം. കണ്ണിനും മനസ്സിനും ഒക്കെ നല്ല ആനന്ദം തോന്നുന്ന കാഴ്ചയും അനുഭവവും പോലെ. അങ്ങനെ ഈ കാവിൽ കുരുതി നടക്കാറുണ്ട് കേട്ടോ, മൃഗങ്ങളുടെയും കോഴിയുടെയൊക്കെ. അപ്പോൾ അതിൻ്റെ മാംസമെടുത്ത് വേവിക്കുന്ന, കോഴിയാണെങ്കിലും ആടാണെങ്കിലും ഒക്കെ ഇവിടെ തന്നെ വേവിച്ച് കഴിക്കുന്ന ഒരു രീതിയുണ്ട്. അതിനാണ് ഈ അടപ്പുകളൊക്കെ ഇവിടെ കാണുന്നത് കേട്ടോ. ഇത് കണ്ടു, ഇതൊക്കെ ഓരോ വിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് ആളുകൾ കൊണ്ടുവന്ന് ഇവിടെ നേർച്ച പോലെ കാഴ്ചവെക്കുന്നതാണ് കേട്ടോ. വളകളൊക്കെ ഉണ്ട്, കുപ്പിവളകൾ. പിന്നെന്താ തൊട്ടിലുകൾ കെട്ടി ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് ഒരുപാട്. പിന്നെ വീടുകളൊക്കെ, ചെറിയ ചെറിയ വീടുകൾ അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട്. നേർച്ച വഴിപാടിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ കുറെ വീടുകൾ, ചെറുതും വലുതായിട്ട് കുറെ വീടുകൾ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് ഈ മരത്തിന്മേൽ. അമ്മിക്കല്ല് തൊട്ടിലും വീടും അതൊക്കെ നമ്മള് ഇന്നലെ നടത്തി കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ 1 ദിവസം വന്നിട്ട് അടുത്ത പ്രാവശ്യം നമുക്ക് കുഞ്ഞിലെന്ന കുട്ടികളില്ലാത്തവരൊക്കെ തൊട്ടില് കെട്ടി കുഞ്ഞായി കഴിഞ്ഞാൽ തൊട്ടില് കെട്ടിയിട്ട് ആശാരെ കൊണ്ട് തൊട്ടിൽ വന്നിട്ട് ഇവിടെ കൊണ്ട് കെട്ടുക. കുഞ്ഞായതിനു ശേഷമാണ് തൊട്ടില് കെട്ടണം അല്ലേ ഇവിടെ ചെയ്യാൻ ആളുകളുണ്ട്. പച്ചീട എന്നാണ് കേട്ടോ ഈ പ്രസാദത്തിൻ്റെ പേര്. കറുപ്പസ്വാമി എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പ്രാർത്ഥനകളൊക്കെ കൊടുക്കുന്നത് കേട്ടോ ഈ കാവിൽ. ഈ കാവിൻ്റെ ആരാധനാമൂർത്തിയാണ് ആ ആൽത്തറയിലുള്ളത്. ഞാൻ അവിടെ പോയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തൊഴുതിട്ട് പോരാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടുത്തെ ചടങ്ങുകളൊക്കെ എന്തൊക്കെയാണെന്നൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. കുന്തിരിക്കവും പിന്നെ ചന്ദനത്തിരിയും അങ്ങനെ എന്തൊക്കെയോ ധൂപങ്ങളൊക്കെ സ്ഥിരം ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കും, ആളുകൾ കൊണ്ടുവന്ന് ചെയ്തുകൊണ്ടിരിക്കും. ഒരുപാട് നേർച്ചകളൊക്കെ ആളുകൾ ഇങ്ങനെ ആൽമരത്തിൽ തൂക്കിയിട്ടിട്ടുണ്ട് അവരുടെ പ്രാർത്ഥനകളായിട്ട്. പിന്നെ ഇവിടുത്തെ പ്രസാദം തന്നെ വളരെ വ്യത്യസ്തമാണ് കേട്ടോ. അതായത് പഴവും ശർക്കരയും പച്ചരിയും കുതിർത്തിയാണ് നമുക്ക് തരുന്നത്. അത് ഇവിടെ മാത്രം അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഇവിടെ പ്രത്യേകതകളുണ്ട്. വിളക്ക് പോലും വ്യത്യസ്തമാണ്, എല്ലാം വ്യത്യസ്തമാണ്. ഇപ്പം ഈ കാവിന് നേരെ എതിർവശത്ത് നിൽക്കുന്ന ആലിലാണ് കുരുതി നടക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് എന്താണെങ്കിലും ഞങ്ങൾ പോയി ഷൂട്ട് ചെയ്തു. പക്ഷേ എനിക്ക് റെസ്ട്രിക്ഷൻ വരും കാണിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ട് ഞാനിത് ഇതിലിടുന്നില്ല. അപ്പോൾ ആ തറ അവിടെയുണ്ട്, ഞങ്ങൾ പോയി കണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് മുന്നേ ആയിട്ട് ഒരു കുരുതി അവിടെ നടന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ കുറേ ബ്ലഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല, സോ ഞാനത് കാണിക്കുന്നില്ല. അങ്ങനെയൊക്കെ എന്നും എന്ന് പറഞ്ഞ പോലെ ഇവിടെ നടക്കുന്നുണ്ട്. ഈ ആൽമേല് നോക്കി അവിടെ ഒരുപാട് ആളുകളുടെ പേര്, എനിക്ക് തോന്നുന്നത് ലവേഴ്സിന്റെ ആയിരിക്കും, അല്ലെങ്കിൽ ഓരോരുത്തരുടെ പേഴ്സണലി പേരുകളൊക്കെ ആയിരിക്കും. ഒരുപാട് പേരുകളുടെ പേരൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാം. ഇത് കൊള്ളാലോ, സൂപ്പർ. നോക്കി ശരിക്കൊരു ഡോറ് പോലെ ഉണ്ടല്ലേ. നോക്കി
അല്ലേ നോക്കി നല്ല രസമില്ലേ? ആക്ച്വലി ഒരു ഡോറ് പോലെ തന്നെ ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ കാറ്റ് വരുമ്പോഴുണ്ടല്ലോ, കാറ്റടിച്ച് വരുമ്പോൾ നല്ല ചന്ദനത്തിരിയുടെ സ്മെല്ലാട്ടോ വരുന്നത്. നല്ല തണുത്ത കാറ്റും നല്ല ചന്ദനത്തിരിയുടെ സുഗന്ധവും കൂടി ആട്ടോ ഇവിടെ എനിക്കിവിടെ നിൽക്കുമ്പോൾ ഫീൽ ചെയ്യണം. നല്ല രസമുണ്ട് കേട്ടോ, പറയാൻ പറ്റുള്ള അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. സോ ബ്യൂട്ടിഫുൾ. അപ്പൊ ഞങ്ങള് ഇവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ, ഈ ചിങ്ങഞ്ചിറ കാവിന്ന് ഇറങ്ങാണ്. ഇവിടുത്തെ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത്, ഇതും സിനിമ ലൊക്കേഷനിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. അതായത് ചെല്ലപ്പൻ ചേട്ടൻ്റെ ചായക്കടയിലേക്കാണ് പോകുന്നത്. പല സിനിമകളിലും വന്നിട്ടുണ്ട് ആ ഭാഗം. അതായത് നമ്മുടെ പാലക്കാടിൻ്റെ പഴമയുടെ ഒരു ജീവിത മുഖം നമുക്കവിടെ വളരെ ഭംഗിയായിട്ട് കാണാനും ആസ്വദിക്കാനും കഴിയും. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. പാലക്കാട് വന്നാൽ ഈ ജംഗ്ഷനിലുള്ള ഈ പഴയ ചായക്കടയിൽ വന്നൊരു ചായ കുടിക്കാതെ പോവാന്ന് പറഞ്ഞാൽ അത് ശരിക്കും മിസ് ചെയ്യും കേട്ടോ. നമ്മൾ കൊല്ലങ്കോട് ചിങ്ങഞ്ചിറയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. ഇവിടുത്തെ ഇല്ലിമുള്ളുകളുടെ വേലികളൊക്കെ കണ്ടോ? ഇതൊക്കെ ഈ പാലക്കാടിന്റെ ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ, ഇല്ലിമുള്ളിലുള്ള ഈ വേലികളൊക്കെ. നമ്മുടെ അവിടെയൊന്നും ഇങ്ങനെ കാണാൻ പറ്റില്ല. നിറയെ നല്ല ഉള്ളാട്ടല്ല, സ്ട്രോങ് ഉള്ളാണ് ഇതെല്ലാം. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് നടന്നിട്ട് വരാം. ദാ കാണുന്ന ആ ചായക്കട കേട്ടോ. എന്ത് സ്ട്രോങ് ഉള്ളാന്ന് നോക്കിയേ. വാവ്, ഇതാ ഈ കാണുന്നത് ഒരു ചായക്കടയാണ് കേട്ടോ. ഇങ്ങനെ ഓല വെച്ച് മേഞ്ഞിട്ട് പഴയ, അത്രയും പഴയ ഒരു കടയാണ് ഈ കാണുന്നത്. വീടും ചേർന്നാണോന്നറിയില്ല. ഇങ്ങനെ ഒരു ഇത് കണ്ടോ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഉൾഗ്രാമങ്ങളിലേക്കൊക്കെ വരുമ്പോഴാണ് ഇതുപോലുള്ള കടകളും വീടുകളും എല്ലാം കാണാൻ തന്നെ പറ്റുള്ളൂ നമുക്കൊക്കെ. അപ്പം നമുക്ക് എന്താണെങ്കിലും ഇതിനകത്തൊന്ന് കയറി നോക്കാം. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ചായ എല്ലാവർക്കും കൊടുക്കാലോ. ചായ ഉണ്ടാവും ഇപ്പൊ? പരിപ്പോട ഉണ്ടോ? പരിപ്പോട, ഉണ്ടമ്പരി, പരിപ്പോട മതിയല്ലോ. ചായയും പരിപ്പോടയും. ഇത് എന്തോലെ പന പോലെയാണല്ലേ? ഞങ്ങളുടെ അവിടെയൊക്കെ മറ്റേ തെങ്ങോല വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇവിടെ അതിനോരം പന പോലെ ഇടുള്ളൂ അല്ലേ? അവിടെയൊക്കെ ഓല തന്നെ ഇല്ല, ഉണ്ടെങ്കിലും ഈ മറ്റേ തെങ്ങോല ആയിരിക്കും. 46 വർഷം കഴിഞ്ഞു. 46 വർഷം. അപ്പൊ ചേട്ടൻ ഇത് അല്ലെങ്കിൽ അന്നത്തെ ചോരുകളാണ്. അതെ, അന്നത്തെ ചോരാണ് ഇതല്ലേ? മണ്ണാണ് ഇതൊക്കെ മണ്ണാണ്. അതാണല്ലോ ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് ലെവലല്ലാതിരിക്കണേ. ഈ കട്ട വെച്ചിട്ടുണ്ടോ ഇതിനുള്ളിൽ? ഇങ്ങനെ ഒന്നുമില്ല, ചെളിയും മണ്ണും വെച്ചിട്ട് അങ്ങനെയാണല്ലേ ചെയ്തേക്കണേ? ശരി. ചായയൊക്കെ 20 പൈസ 15 പൈസ. ഇതൊക്കെ നല്ല ഉറപ്പാണല്ലേ? അപ്പൊ ഇതിന് കട്ടയ്ക്ക് നല്ല നല്ല രീതി ഉണ്ട് കേട്ടോ. ഈ ഇടയില് 1 മാസമായി സിദ്ദിഖിന്റെ വാഹനമൊക്കെ അവർക്ക് ഷൂട്ടിങ്ങിന് വേണ്ടി എഴുതി വെച്ചാൽ സിനിമ ഷൂട്ടിങ്ങിന് എഴുതി വെച്ചു. 6 കയറിയ വൈകുന്നേരം 9:00 അവർ പോകും. പണ്ടത്തെ ആ ഒരു റേറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചേക്കണേ. പണ്ടത്തെ സിനിമ പണ്ടത്തെ സിനിമ ഈ ഒരു ഇത് പറ്റിയതാണല്ലോ. 2 അടുപ്പുണ്ട്. ഇതില് 40 ദിവസം ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് കഴിക്കാനല്ല, അതിനുള്ളിൽ 2 അടുപ്പുണ്ട്. പശുമ്പാലാണെന്ന് തോന്നല്ലേ? ആണല്ലേ? നല്ല ചായ. ആ പശുമ്പാലിന്റെ ടേസ്റ്റ് നല്ലായിട്ടുണ്ട്. അങ്ങോട്ടേക്ക് കാവല്ലേ? ഒരു കാവ് ഞാൻ സിനിമ കണ്ടിട്ടുണ്ട്. ആ കാവ്. അതെ അതെ അതെ, അത് അങ്ങോട്ട് പോണം.
ആ വെള്ളച്ചാട്ടം അവിടെ ഒന്ന് പോണമെന്നുണ്ട്. അത് ഇവിടെ അപ്പൊ സീതാർക്കുണ്ട് ആ വെള്ളച്ചാട്ടം. അത് ഞങ്ങള് കേട്ടിട്ടുണ്ട് കുറെ. നല്ല നെൽപ്പാടം ഒരു 100 ഏക്കർ ഒന്നിച്ച് കിടക്കും. അത് ശരി. അതിന്റെ നടുക്കൂടിയ റോഡ്. അതല്ലേ. ആ അങ്ങനത്തെ സ്ഥലമൊക്കെ കാണണമെന്നുണ്ട്. നമ്മള് സിനിമയിലെ കണ്ടിട്ടുള്ളൂ. ഈ ഇല്ലിമുള്ള് വേലി പോലും നേരെ കണ്ടിട്ടില്ല. ഇവിടെ എല്ലാം അങ്ങനത്തെ വേലിക്കെട്ടാണല്ലേ. ഇല്ലിക്കാട് ഇല്ലിമുള്ളിന്റെ. ആ ഈ ഫാൻ ഇല്ലാണ്ട് പോലും ഇവിടെ ഇരുന്നിട്ട് ചൂടെടുക്കണില്ല കേട്ടോ. എന്താല്ലേ ഭയങ്കര പ്രത്യേകത. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. കാരണം ഇവിടെ 2 പട്ടിക്കുട്ടന്മാരൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഉറക്കത്തിലാണ് അവരൊക്കെ. അപ്പം ഞങ്ങൾ കുറച്ച് വാങ്ങിയതൊക്കെ അതുങ്ങൾക്കൊക്കെ കുറച്ചൊക്കെ കൊടുത്തു കേട്ടോ. ഭയങ്കര ക്വയറ്റായിട്ടുള്ള പട്ടിക്കുട്ടികളൊക്കെ ആട്ടോ. ഇതൊരു കുഞ്ഞാണിത്. കുഞ്ഞാസാണ്. ആ ഇപ്പോൾ സമയം വൈകിട്ട് 4 മണിയോട് അടുക്കുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ പാൽക്കാരനാട്ടോ വരുന്നത്. രാവിലെയും വൈകിട്ടും ഇവിടെ വരും എന്നാണ് പറയുന്നത്. $150 തരണം മൊത്തം. 80 ഞങ്ങൾ എറണാകുളം. ഇതൊക്കെയാണ് കേട്ടോ പാലക്കാടിൻ്റെ തനതായ ഗ്രാമീണ കാഴ്ചകൾ എന്നൊക്കെ പറയുന്നത്. ഇവിടുത്തെ ജീവിതവും ആ രീതികളൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് കേട്ടോ. രാവിലെയും വൈകിട്ടും ഒരു പാൽക്കാരൻ ഇങ്ങനെ വരുവും. ഇവിടെ ഒരു ചായക്കട ഉള്ളതുകൊണ്ടായിരിക്കും. ഒരു ജംഗ്ഷനാണിത് ആക്ച്വലി. അപ്പോൾ ഇവിടെ കുറേ സ്ത്രീകളൊക്കെ ഇവിടെ കൂടിയിരിപ്പുണ്ടായിരുന്നു. കുറേ നേരമായിട്ട് അവരിവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാൽക്കാരനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. അവരൊക്കെ ഇത് പാൽ കിട്ടിയ ശേഷം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. ഇയാളും പോവുകയാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഷെട്ടിഡാലിനെക്കില്ലേ ഇവിടുന്ന് യൂസ് ചെയ്യണമെന്നില്ലെന്ന് തോന്നുന്നല്ലേ. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങി. പാലക്കാടിൻ്റെ മനോഹാരിതയൊന്നും ഇവിടം കൊണ്ടൊന്നും തീരുന്നതല്ല കേട്ടോ. പറ്റുന്നത്രയും ഞാൻ എടുത്തിട്ടുണ്ട് കാഴ്ചകളിലേക്ക്. അപ്പോൾ അതൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിക്കാൻ ആരും മടിക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.